ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു വൈദ്യശാസ്ത്രം അലർജി പോലത്തെ ഡിസീസുകൾക്ക് വളരെ മികവുറ്റ രീതിയിൽ ചികിത്സ നടത്തുവാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം ഒരു വ്യക്തിക്ക് അലർജി വരിക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിലുള്ളൊരു സെൻസിറ്റീവ് റിയാക്ഷനാണ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ഇനി അങ്ങനെയുള്ളൊരു അവസ്ഥകളിൽ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അലർജിയെ പൂർണ്ണമായി ഭേദമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് വന്നിരിക്കുന്നത് ഒരു 6 മന്തൊക്കെ കൂടുമ്പോൾ നമ്മൾ ലാബ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. ഇനി അതനുസരിച്ചാണ് നമ്മൾ എത്രമാത്രം അലർജി ബെറ്റർ ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. 2022 നാഷണൽ കോൺഫറൻസ് നടക്കുകയുണ്ടായി. അതിൽ അലർജിയെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കാൻ വരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ കണ്ടുവരുന്നത് ഒരു 6 months to 1 year ആണ് ഒരു കാലാവധി ചെയ്യുന്നത്. എൻ്റെ പൊതുവേ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അലർജി ആയിട്ടൊരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ അവരാദ്യം ലബോറട്ടറി ടെസ്റ്റിന് സജസ്റ്റ് ചെയ്യും. ബ്ലഡ് റൂട്ടീൻ, AEC, IgE പോലത്തെ ടെസ്റ്റുകൾ ചെയ്യാൻ പറയും. അതിനുശേഷം അത് റിസൾട്ട് കിട്ടിയതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കേസ് ടേക്കിങ്, പിന്നെ നമ്മൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തൊരു 3 months കൂടുമ്പോൾ നമ്മൾ എത്രമാത്രം അലർജി കൗണ്ട് ഡൗൺ ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ റീചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോർമലി എത്തുന്നവരെയാണ് എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ പോകുന്നത്.